വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് കോഴിക്കോട് സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന പൊതുസമ്മേളനത്തിലാണ് വിമർശനം. ക്രൈസ്തവർക്ക് അവകാശപ്പെട്ട സംവരണങ്ങൾ ലഭ്യമാക്കണമെന്നും സമരത്തിനിറങ്ങിയാൽ വെച്ച കാൽ പിന്നോട്ടെടുക്കില്ലെന്നും തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുക, വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുക, ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് കോഴിക്കോട് അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. ആയിരങ്ങൾ അണിനിരുന്ന പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടത്തിലെത്തുന്ന കാട്ടുപന്നികളെ യഥേഷ്ടം കൈകാര്യം ചെയ്യുമെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്ത ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഞങ്ങളുടെ കൃഷിഭൂമിയിൽ കാണുന്ന ഈ മൃഗങ്ങളൊക്കെയും ഞങ്ങൾ വളർത്തുന്ന മൃഗങ്ങളാണ്. അവയെ യഥേഷ്ടം ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്. അതൊരവകാശ പ്രഖ്യാപനമാണ്. ഈ അവകാശം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കർഷകർക്ക് അനുകൂലമായ സമീപനം ഇതുവരെ വനം മന്ത്രി സ്വീകരിച്ചിട്ടില്ലെന്നും കഴിയില്ലെങ്കിൽ AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിൽ ബിഷപ്പ് മുഖ്യമന്ത്രിയെ വിമർശിച്ചു. നമുക്ക് കർഷകർ നേരിടുന്ന പ്രതിസന്ധികളോട് അനുകൂലമായൊരു സമീപനം ഇന്നുവരെ വനം മന്ത്രി ഒരു പ്രസ്താവനയിലൂടെയും പ്രതികരിച്ചിട്ടില്ല. പ്രത്യുത അദ്ദേഹത്തിൻ്റെ തെറ്റായിട്ടുള്ള പ്രതികരണങ്ങൾക്കെതിരെ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരെ ശബ്ദമുയർത്തുകയാണ് വനം മന്ത്രി. അതുകൊണ്ട് ഈ സമ്മേളനം ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. കഴിവില്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. മുനമ്പ നിവാസികൾക്ക് കൂടി വേണ്ടിയാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചതെന്ന് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് അവകാശപ്പെട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്.